വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റിസോർട്ട് കൺട്രി ക്ലബ്ബിലാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളിവിടേക്ക് എത്തിയത്, കൺട്രി ക്ലബ്ബ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്, നമ്മളിവിടുത്തെ എക്സ്പീരിയൻസ് ടോട്ടലി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൺട്രി ക്ലബ്ബ്, അതായത് നമ്മുടെ റിസോർട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ റിസപ്ഷൻ വരുന്നത്. പിന്നെ ഇത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഓരോ കോട്ടേജുകളായിട്ടാണ്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. റിസോർട്ട് മുഴുവനായിട്ട് കണ്ടിട്ടില്ല എങ്കിലും നമ്മൾ റിസപ്ഷനിൽ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആണ് കേട്ടോ ഉണ്ടായത്. പ്രത്യേകിച്ച് അവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റം എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടാണ് അവർ നമ്മളെടുത്ത് ബിഹേവ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എൻട്രൻസ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവിടെ 2 പൂളുണ്ട്. ഈ പൂള് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ആഴം കുറവാണ്. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് ഒരു കോമൺ പൂള് വരുന്നുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോമൺ പൂള് വരുന്നത്. ഇവിടെ അത്യാവശ്യം ആഴം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവരുടെ സ്പാ വരുന്നത്. സ്പാ ഒക്കെ ചെയ്യാനുള്ള സെൻറ്ററും കൂടെ വരുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി അതായത് പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മസാജും സ്പാ ഒക്കെ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗെയിംസ് ഒക്കെ കളിക്കാനുള്ള ഓപ്ഷൻസും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടാണ് മൊത്തം റിസോർട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ കാണുമ്പോഴൊക്കെ കുറേ ചേച്ചിമാർ ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറന്റ് വരുന്നത് കൊണ്ട് ഗസ്റ്റിന് പുറത്ത് എവിടെയും പോയിട്ട് ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും രാത്രിയൊക്കെ ഫുഡ് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. കമ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡാണ് കേട്ടോ, നല്ല ക്വാണ്ടിറ്റി. പിന്നെ അതേപോലെ തന്നെ ഗസ്റ്റിനെ സ്പെഷ്യലായിട്ട് അവിടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റിസോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസ് വരാം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നതിന് ശേഷം ഇവിടെ പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടീനെ കൊണ്ടും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ രാവിലെ 10 to 1 പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് കേട്ടോ പൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ നമ്മുടെ ഫാമിലി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജോലി അല്ലാതുണ്ടെങ്കിൽ ബാക്കിയുള്ള ടെൻഷൻസ് എന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ഒരു 2 ദിവസം റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ, പിന്നെ ഇവിടെ പ്ലേ ഏരിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൺട്രി ക്ലബ്ബ് അതിന് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലി കഴിഞ്ഞ ദിവസം ട്രെയിനിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തി അവൾ റൂമിലെത്തി റിലാക്സ് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കളിക്കാനും പിന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയതിന് ശേഷം ആൾ ഭയങ്കര ഓക്കെയാണ്. ഇപ്പോൾ അത് ആൾ ഊഞ്ഞാലൊക്കെ ആടി ഓക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇതേപോലെ തന്നെ നല്ല തണലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിലും ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇരിക്കാൻ സ്പേസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ബീച്ച് വരുന്നത്, ഹവാ ബീച്ച് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ മാറി ഇനിയിപ്പോൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈവനിങ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെയും പോയി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളിവിടെ എത്തിയെന്നുള്ള ഒരു സ്റ്റോറി പറയാം. പിന്നെ നമുക്ക് ഫെബ്രുവരിയിലാണ് കൺട്രി ക്ലബിൻ്റെ കോഴിക്കോടുള്ള ഓഫീസിൽ നിന്ന് നമുക്ക് കോൾ വരുന്നത്. ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നത്. അതായത് ഒരു ഫ്രീ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പം ട്രിപ്പ് പോവുകയും വേണം, പക്ഷെ ഫ്രീ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരാളിപ്പോൾ നമ്മളെ ഒരു റിസോർട്ടിൽ ഫ്രീ ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കില്ലല്ലോ.
അങ്ങനെ നമുക്ക് കോൾ വന്ന സമയത്ത് കോഴിക്കോട് വന്നിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് നമ്മൾ ഒരു ഇപ്പോൾ അവർ നെസ്റ്റോ പിന്നെ അതേപോലെ തന്നെ വേറെ ഏതൊക്കെയോ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു കൂപ്പൺ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ കൂപ്പണിൽ അവർ 500 ആൾക്കാരെ, അതായത് കപ്പിൾസിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നിങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വൗച്ചറിൻ്റെ കാര്യം സത്യത്തിൽ ഓർമ്മ ഉണ്ടായിരുന്നില്ല, എവിടെ നിന്നാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ നമ്മൾ എന്തായാലും കോഴിക്കോട് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ കോഴിക്കോട് പോയി. അവിടെ പോയ സമയത്തും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവരിവിടുന്ന് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമ്മളുടെ അടുത്ത് പ്രത്യേകിച്ച് പൈസേൻ്റെ കാര്യം എന്തെങ്കിലും പറയുമോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു 1 hour സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമ്മളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ട്രിപ്പ് സത്യത്തിൽ ഫ്രീ തന്നെയാണ്. ഇവിടെ ഈ റിസോർട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സ്റ്റേ ചെയ്യാം. പക്ഷേ അവരുടെ പാക്കേജിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, അതും കൂടി അവർ നമുക്ക് അവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ പാക്കേജ് എടുക്കണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇവരുടെ കൺട്രി ക്ലബിന് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ റിസോർട്ട് വരുന്നുണ്ട്. കേരളത്തിൽ കോവളത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, പിന്നെ ദുബായ്, മലേഷ്യ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇന്ത്യൻ്റെ അകത്തും പുറത്തും കുറേ സ്ഥലങ്ങളിൽ അവർക്ക് റിസോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ പിന്നെ വർഷത്തിൽ ഇത്ര ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങോട്ടേക്കാണോ പോകുന്നത് അവിടെ ഇവരുടെ കൺട്രി ക്ലബിൻ്റെ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഈ പാക്കേജ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. പാക്കേജ് എടുക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. കാരണം ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, എപ്പോഴും നമുക്ക് സ്റ്റേക്കാണ് ഒരുപാട് ക്യാഷ് ചിലവാകുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടു നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്താ പറയുക സ്റ്റേ ഒക്കെ ചെയ്ത് നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാം പാക്കേജ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ കോഴിക്കോട് അവരുടെ കൺട്രി ക്ലബ്ബ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്തു, വൗച്ചർ കളക്ട് ചെയ്തു. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു April 1 മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ വൗച്ചറിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ബുക്ക് ചെയ്യാം, റിസോർട്ട് ബുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്, എവിടെയാണെന്ന് വെച്ചാലും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് നമ്മൾ അതൊക്കെ അടുത്ത് മേടിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് റൂം അവൈലബിൾ അല്ല, പിന്നെ അതേപോലെ തന്നെ സൈറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവരെ തന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അവർ തന്നെ ബുക്ക് ചെയ്തു, നമ്മൾ പറഞ്ഞ ഡേറ്റിന് അവർ തന്നെ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്ത് തരിക ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് കൺട്രി ക്ലബ്ബിലെ ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഞങ്ങൾ 3 ഡേയും 2 നൈറ്റും ആണ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഗിഫ്റ്റ് വൗച്ചറൊക്കെ കയ്യിൽ കിട്ടിയിട്ട് പോണോ വേണ്ടയോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ജെനുവിൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.